ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അരിയൊന്നും കുതിർത്ത് വെക്കാതെ അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടടയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. മുട്ടയപ്പം, ഓട്ടട എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് ചൂടുവെള്ളം കൂടി വേണം. ഈ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ച് ഇതുപോലൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഒരു 1/4 കപ്പോളം ചൂടുവെള്ളമാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 1.25 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്യാൻ നേരത്തെ ഒരു 1/4 കപ്പോളം വെള്ളം ഉപയോഗിച്ചിട്ടാണ് ആ പൊടി മിക്സ് ചെയ്തത്. ബാക്കി 1 കപ്പ് വെള്ളം കൂടെ ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ ചോറാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറും കൂടി ചേർത്തതിന് ശേഷം മിക്സി മൂടി വെച്ചത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓട്ടട തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഒരു എണ്ണത്തുണി ഉപയോഗിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. അതിനുശേഷം മൺചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരു 1/4 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തവി കൊണ്ട് പതുക്കെ റൗണ്ടാക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടൊരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ഓട്ടടയാണ്. ഹോൾസൊക്കെ വന്ന് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സോഫ്റ്റായിട്ടുള്ളൊരു ഓട്ടടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാം ഇതുപോലെ ചുട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.